നമസ്കാരം. വളരെയധികം വേദനാജനകമായ ഒരു സിറ്റുവേഷൻ നിന്നാണ് ഈ ഒരു വീഡിയോ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയിലെ ചേന്നാമംഗലത്ത് നടന്ന കൂട്ടക്കൊലയെക്കുറിച്ച് പ്രദേശവാസികളുടെ ഒരു പ്രതികരണം നമുക്ക് കേട്ടു നോക്കാം. നമസ്കാരം. കേരളക്കരയാകെ മൊത്തം അപമാനമായ രീതിയിൽ ഒരു വലിയൊരു കൂട്ടക്കൊല നടന്നിരിക്കുകയാണ് എറണാകുളം ചേന്നമംഗലത്ത്. അതിനെക്കുറിച്ച് എന്താണ് ചേട്ടന് വിവരിക്കാനുള്ളത്? എന്താണ് പറയാനുള്ളത്? പ്രതികരിക്കാനുള്ളത് എന്താണ്? പ്രതികരിക്കാനുണ്ട്, നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കാനുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവൻ ചെറുപ്പത്തിലെ മുതലൊരു ക്രിമിനൽ സ്വഭാവമുള്ളവനായിരുന്നു. ഈ കോറ്റാട്ടാട് ജംഗ്ഷനിൽ എനിക്ക് കടയുണ്ടായിരുന്ന കാലത്ത് ഇവൻ എൻ്റെ കടയിൽ വന്ന് ചില അഭ്യാസങ്ങൾ നടത്താൻ ശ്രമിച്ചപ്പോൾ ഞാനത് അന്ന് തന്നെ തടഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് തുടങ്ങി ക്രിമിനൽ സ്വഭാവമുള്ള ഇവനെ വേണ്ട രീതിയിൽ നിലക്ക് നിർത്താനായിട്ട് മറ്റുള്ളവരെല്ലാവരും ശ്രമിച്ചിരുന്നില്ല. പിന്നെ ഇവൻ്റെ പേരിൽ പോലീസിൽ പരാതി കൊടുത്തിട്ടും പോലീസ് അതിന് വേണ്ട രീതിയിൽ ഗവനിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതൊരു മോശമായ ആഭ്യന്തരത്തിൻ്റെ ഒരു വീഴ്ച തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് അങ്ങനെ വരാൻ പാടില്ല. പോലീസ് ഒരു പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ശക്തമായ, പ്രത്യേകിച്ച് ക്രിമിനൽ സ്വഭാവമാകുമ്പോൾ ശക്തമായ നടപടിയാണ്. സിവിൽ കേസൊന്നും അല്ലല്ലോ അത്. ഇവിടെ ക്രിമിനൽ സ്വഭാവമുള്ളതിൻ്റെ പേരിൽ ചെയ്യേണ്ടതായിരുന്നു. അവർ ഈ പറഞ്ഞ വീട്ടുകാർ പരാതി കൊടുത്തിട്ടുണ്ട്, അടുത്ത വീട്ടുകാരെല്ലാവരും പരാതി കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അതിന് ശക്തമായ ആ സമയത്തൊരു സാധാരണ കേസാണെങ്കിൽ പോലീസ് വേണമെങ്കിൽ അവരെ തൂക്കിക്കൊണ്ടുപോകും. ഇത് ഒരു ക്രിമിനൽ സ്വഭാവമുള്ളൊരു ഇങ്ങനത്തെയും അത് കഞ്ചാവ് വിൽപ്പനയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയുള്ളൊരാളെ ഈ രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ശരിക്കും പോലീസിൻ്റെ ഭാഗത്തും വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നുള്ള യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. ശരിക്കും ഇത്തരം വിഷവിത്തുക്കളെ വളർന്നു വരാൻ അനുവദിക്കണമോ അല്ലയോ? എന്താണ് വേണ്ടത്? ഇത്തരം അസുരവിത്തുകളൊക്കെ ഉന്മൂലനം ചെയ്ത് കളയേണ്ടതാണ്. അതാണ് ശരിയായിട്ടുള്ളത്. നാട്ടിൽ രീതിയിൽ വിത്തുകളുണ്ട്. അതായത് പൊൻവിത്തുമുണ്ട്, അസുരവിത്തുമുണ്ട്, അന്തകം വിത്തുമുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒന്നാം തരം അസുരവിത്ത് തന്നെയാണ്, ഒരു സംശയവും വേണ്ടാക്കരുത്. ആ അസുരവിത്തുക്കളൊന്നും ഒരു കാരണവശാലും വളർത്താൻ പാടില്ല. ഇതുപോലുള്ള അസുരവിത്തുക്കൾ ഇനി നാളെ ഇവിടെ ഉണ്ടായാലും ജനം തന്നെ പ്രതികരിച്ച് അതിനെ നേർവഴിക്ക് കൊണ്ടുവരേണ്ടതാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇദ്ദേഹത്തിന് മാനസികമായിട്ടുള്ള അസുഖമുണ്ട് എന്ന് പറയുന്നത് വളരെ കൃത്യമായുള്ള കാര്യമാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ മാനസികമായ രോഗമുള്ളതുകൊണ്ട് മാത്രം ഏതൊരു ക്രിമിനൽ സ്വഭാവം കാണിച്ചാലും അദ്ദേഹത്തെ വീണ്ടും പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യതകളുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? എന്താണ്? മാനസിക രോഗമുള്ളതായിട്ട് എനിക്കറിഞ്ഞുകൂടാ. അപ്പം എനിക്കറിയാവുന്ന കാര്യം അദ്ദേഹത്തിന് പഠന വൈകല്യം ഉണ്ടെന്നുള്ളതാണ്. കാരണം പഠന വൈകല്യം സാധാരണ അറിയാമല്ലോ. 10 പ്രാവശ്യം വായിച്ചാലും മനസ്സിലാകത്തും 10 പ്രാവശ്യം പറഞ്ഞു കൊടുത്താലും മനസ്സിലാകാത്ത ആളുകളാണ്. അങ്ങനെയുള്ളവരാണ് പഠന വൈകല്യത്തിൽപ്പെടുത്താറ്. അപ്പോൾ പഠന വൈകല്യമുള്ളതിൻ്റെ പേരിൽ അതൊരു മാനസിക രോഗമാണെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അതെങ്ങനെ പറ്റുന്നത്? ഇങ്ങനെ ആ മാനസിക രോഗം ഉണ്ടെങ്കിൽ സൈക്കാട്രിസ്റ്റുകളും മറ്റുള്ളവരും പരിശോധിച്ച് അതിനുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്. അത് അങ്ങനെയുള്ളതായിട്ട് എനിക്കറിയില്ല. പത്ര റിപ്പോർട്ടുകളും കാണുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ ഒരു ക്രിമിനൽ സ്വഭാവം വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ നാട്ടുകാരെ മൊത്തം വിറപ്പിച്ചിരുന്ന ഒരാളാണ്. വളരെ പ്രായം കുറഞ്ഞൊരു വ്യക്തിയാണ്. 28-30 വയസ്സിന് താഴെയുള്ള ആളാണ്. ഇതേപോലുള്ള ഇത്തരം ക്രിമിനലുകളെ വളർത്തിക്കൊണ്ടുവരാനുള്ള സാഹചര്യം എന്താണ്? അല്ല, വളർത്തിക്കൊണ്ടുവരാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കാര്യമുണ്ട്. അവനോട് തിരിച്ച് പ്രതികരിക്കുന്നുള്ളവരടുത്ത് അങ്ങനെ നിൽക്കില്ല. ഈ സാധുക്കളായ ജനങ്ങളുടെ അടുത്ത് ഇങ്ങനെ മെക്കിട്ട് കയറും, പിന്നെ സ്ത്രീകളുടെ അടുത്തും മെക്കിട്ട് കയറുന്ന രീതിയാണ് അവനുള്ളത്. ഇപ്പം അവനോട് തിരിച്ച് പ്രതികരിക്കും, നല്ല രീതിയിൽ അവനെ കൈകാര്യം ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവൻ നിൽക്കില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്രിമിനൽ സ്വഭാവം മാത്രമല്ല, ഒളിഞ്ഞു നോട്ടം, അതുപോലെ രാത്രികാലങ്ങളിൽ മറ്റുള്ള വീടുകളുടെ ടെറസിന് മുകളിൽ കിടന്നുറങ്ങുന്ന പരിപാടി അങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് ഉണ്ട് എന്നുള്ളതാണ് മറ്റു പലരും പറഞ്ഞ് ഞാനും അറിഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെ കടയായിട്ടിരിക്കുന്ന കാര്യം പല നാട്ടുകാരും വന്ന് പല വിശേഷങ്ങളും പറയുന്ന കൂട്ടത്തിൽ യുവ കാര്യങ്ങളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതൊക്കെ സത്യമായിരിക്കും. വിശ്വസ്തരായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. ശരിക്കും പൊതുസമൂഹത്തിന് വലിയൊരു വിപത്ത് തന്നെയാണ് ഇതേപോലുള്ള വിഷവിത്തുക്കൾ. ഇനി ഇതേപോലെ വളരാനായിട്ട് ഇതേപോലുള്ള വിഷവിത്തുക്കൾ ഉണ്ടെങ്കിൽ നമുക്കത് തീർച്ചയായിട്ടും ഉന്മൂലനം ചെയ്യേണ്ടത് അത്യാവശ്യമല്ലേ? തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വിഷയത്തുകൾ. പിന്നെ ഇതിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, എൻ്റെ ചെറുപ്പകാലത്തുള്ള സാമൂഹ്യ അവസ്ഥയല്ല ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് പുതിയ, അതായത് ന്യൂ ജനറേഷനിൽ ഒരു ആൻഡ്രോയിഡ് ഫോണും മറ്റുള്ള കാര്യങ്ങളും പുതിയ സോഷ്യൽ മീഡിയ കാര്യങ്ങളും ഒക്കെ വന്നതിൻ്റെ പേരിൽ അവരെല്ലാം പുതിയൊരു ലോകത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ചെറുപ്പകാലത്ത് ഈ ചേന്നാമംഗലം പഞ്ചായത്തിൽ തന്നെ 10-20 ഫുട്ബോൾ ക്ലബ്ബുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ക്രിക്കറ്റ് ക്ലബ്ബ്, അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ ക്ലബ്ബ്, അല്ലെങ്കിൽ വോളിബോൾ ക്ലബ്ബുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആളുകൾക്ക്, ആ ചെറുപ്പം പിള്ളേർക്ക് അങ്ങനെ മറ്റു രീതിയിൽ ചിന്തിക്കാൻ ഇടവരുത്താത്ത രീതിയിലുള്ള ആക്ടിവിറ്റീസും ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അതൊന്നും കാണുന്നില്ല. ഇന്നെല്ലാം എല്ലാവരും ഈ
മൊബൈൽ ഫോണിൽ ഇങ്ങനെ ഇരുന്ന് ഒരു മുറിയിൽ അടച്ചുപൂട്ടിയിരുന്ന് ഇങ്ങനെ കണ്ടുപിടിക്കണം. പുറം ലോകത്തെ ആളുകളായിട്ട് ഒരു ബന്ധമില്ല, അയൽവക്കത്ത് ആരൊക്കെ താമസിക്കുന്നുണ്ട് എന്ന് പോലും അറിയാൻ പാടില്ലാത്ത ഒരു യുവതലമുറയാണെന്ന് എനിക്ക് തോന്നി. പക്ഷെ ഞാൻ അവരെ കുറ്റപ്പെടുത്തില്ല. എന്നെ ഒരു അമ്മാവും വൈബായിട്ട് ആരും കാണാൻ വേണ്ടെന്ന് ഞാൻ പറയുന്നത്. എനിക്ക് അതല്ല, ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഞാൻ അങ്ങനെ ഇപ്പോൾ എൻ്റെ മകനടക്കമായാലും ഞാൻ പറഞ്ഞു അവർ ക്രിമിനൽ സ്വഭാവമൊന്നുമല്ല, പക്ഷേ അവരൊന്നും ഈ സമൂഹത്തിൽ എന്താ നടക്കണമെന്നൊന്നും ഇങ്ങനെ ചിന്തിക്കണ്ടേ, അതൊന്നും അവർ ചിന്തിക്കാറില്ല. അത് വളരെ മോശമായിട്ടുള്ള രീതിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് മൊത്തത്തിൽ എല്ലാവരും അടച്ചാക്ഷേപിക്കുന്നതല്ല ഞാൻ, എന്നാലും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. ക്രൂരമായ നിലയിലുള്ള കൊലപാതകം, ഈ ഒരു കൊലപാതകത്തിന് പോലീസുകാരുടെ കയ്യിൽ നിന്ന് എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? എന്താണ് പോലീസുകാർ കഴിഞ്ഞാൽ പോലീസ് ശരിക്കും ഉണർന്ന് പ്രവർത്തിക്കുമ്പോൾ നിയമപരമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ച് തക്കതായ ശിക്ഷ ഉറപ്പുവരുത്തുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മുടെ രാജ്യത്ത് നിയമവാഴ്ചയുള്ളതാണ്. ഇത് അരാജകത്വത്തേക്ക് നീങ്ങാൻ പാടില്ല. നിയമവാഴ്ച ഉണ്ടെങ്കിൽ നിയമവാഴ്ചയുള്ള സ്ഥലത്ത് മാത്രമേ നിയമവാഴ്ച നടപ്പാക്കണം. അല്ലെങ്കിൽ അരാജകത്വമായി കയ്യൂക്കൊള്ളാൻ കാര്യക്കാരനായി മാറും. അത് നമ്മൾ അനുവദിക്കാൻ പാടില്ല. ഇത് ജനാധിപത്യ രാഷ്ട്രമാണ്. ആ ജനാധിപത്യത്തിൻ്റെ രീതിയിലുള്ള നിയമവാഴ്ചകൾ ഉറപ്പാക്കേണ്ടത് പോലീസിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്. തീർച്ചയായിട്ടും നല്ലൊരു ശിക്ഷ ലഭിക്കും എന്നുള്ളത് തന്നെയാണ് ചേട്ടൻ പറയുന്നത് അല്ലേ? അതെ, നല്ലൊരു ശിക്ഷ ലഭിക്കണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അതിനുള്ള ഒരു ലൂപ്പ് ഹോളും നിയമപാലകർ ഇട്ടുകൊടുക്കാൻ പാടില്ല. പണ്ട് ഗോവിന്ദച്ചാമിക്കുണ്ടായ പോലത്തെ അനുഭവം ഉണ്ടാകരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു കുടുംബത്തെ മൊത്തമായി ഇല്ലാതാക്കി എന്ന് തന്നെ വേണം പറയാൻ. അതെ, തീർച്ചയായിട്ടും ഒരു കുടുംബത്തെ മാത്രം ഇല്ലാതാക്കിയത്. അതുപോലെ അത് ഭാവി തലമുറയിലേക്കുള്ള വലിയൊരു പേടി സ്വപ്നം പോലെയുള്ള ഭയാനകരമായിട്ടുള്ളൊരു അവസ്ഥ വന്നിരിക്കുന്നു. അത് തീർച്ചയായിട്ടും ശരിയല്ല. അങ്ങനെ ഇത് ശരിക്കും ഈ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗഹൃദപരമായിട്ടൊക്കെ ജീവിച്ചു പോകുന്നൊരു സമൂഹമാണ്. എന്നിട്ട് ഇങ്ങനെ സംഭവിക്കുന്നതിൽ നമുക്ക് അതിയായ ദുഃഖമുണ്ട്, വിഷമമുണ്ട്. കേരളക്കരയാകെ അപമാനത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്ന ഈ ചേന്നാമംഗലത്ത് നടന്ന കൊലപാതകത്തെക്കുറിച്ച് എന്താണ് ചേട്ടൻ പ്രതികരിക്കാനുള്ളത്? പ്രതികരിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ജയിലിൽ നിന്ന് പുറത്തു വരാത്ത വിധത്തിൽ അവന് ശിക്ഷ കിട്ടണം. അങ്ങനെ അവന് അത്ര ദുഷ്ടത്തരമാണ് ചെയ്തു വെച്ചവന്. പിന്നെ അവനും ഞാനുമായിട്ട് ഉണ്ടായിട്ടുണ്ട് പ്രശ്നം. എൻ്റെ അയൽവാസിയായിരുന്നു ഞാനിപ്പോൾ അവിടെ നിന്ന് പോകുന്നു പറഞ്ഞാൽ വാടകയ്ക്ക് താമസിക്കണം. അവിടെ വീട് പഴയത് അവിടെ നിന്ന് താമസിച്ചിരുന്ന അവനൊരു മതിലൊക്കെ പൊളിച്ച് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് അവനോട് അവിടെ വരാൻ പറഞ്ഞ് എന്നോടും ചെല്ലാൻ പറഞ്ഞ് ഞാൻ ചെന്ന് കഴിഞ്ഞിട്ട് അവൻ അവിടെ ഒന്നൊന്നുമില്ല. പോലീസുകാരും വിളിച്ചു ചോദിച്ചപ്പോൾ അവൻ വേറെ കണ്ടെന്ന് പറഞ്ഞു. അത് തന്നെ. പിന്നെ അവർ പറഞ്ഞിട്ട് അതിൻ്റെ പൊളിച്ച മതിൽ കുറച്ച് ഭാഗം സ്നേഹമതാണ് അത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായി. പിന്നെ ഞാൻ മിണ്ടാനും പോയില്ല. അവൻ്റെ സ്വഭാവം ഇങ്ങനെയെന്നുള്ള വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ശരിക്കും ഓരോ കുറ്റകൃത്യങ്ങൾ കഴിയുമ്പോൾ മാനസിക രോഗിയാണ് എന്നുള്ളൊരു പ്രാധാന്യത്തിൽ അദ്ദേഹത്തിനെ പുറത്തിറങ്ങിക്കൊണ്ടുവരുന്ന ഒരു സാന്നിധ്യം കണ്ടിരുന്നു. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ. അവന് ഇങ്ങനെ രോഗമാണ്, മാനസിക രോഗമാണ്. പിന്നെ കഞ്ചാവിൻ്റെ ഇടപാടൊക്കെയാണ്. പോലീസിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ജയിലിലൊക്കെ കിടന്നുണ്ടെന്ന് പറയുന്നത്. അതൊന്നും എൻ്റെ അനുഭവമുള്ള കാര്യങ്ങളല്ല. ഞാൻ ചെന്നപ്പിന്നുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ശരിക്കും ലോകം മലയാളികൾക്ക് ഒരു അപമാനമായിട്ട് മാറിയിരിക്കണം ഈ ഒരു വലിയൊരു കൊലപാതകം. ആ കുടുംബത്തെ മുഴുവനായും ഇല്ലാതാക്കിയതാണ്. വളരെ കുരുന്നുകളടക്കമുണ്ട്. അപ്പൊ ഇനി എന്താണ് അവരുടെ സാഹചര്യം? എന്താണ് ചേട്ടൻ്റെ മനസ്സിൽ നിന്ന് പറയാനുള്ളത്? എന്താണ് ഇതേപോലെയുള്ള വിഷവിത്തുക്കളെ വളരാൻ അനുവദിക്കണോ? വളരാൻ അനുവദിക്കരുത്. അതെങ്ങനെയായിരുന്നാലും ഞാൻ പറഞ്ഞ അതിന് മുമ്പ് തന്നെ നുള്ളി കാട്ടിക്കളയാനുള്ള പരിപാടിയായിരുന്നു ഇവരൊക്കെ. ഇത് ശരിക്കും നിയമത്തിന് വിട്ടുകൊടുക്കുന്നതിനേക്കാൾ വലുത് നാട്ടുകാർ കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു. അതാണോ നാട്ടുകാർ കൈകാര്യം? അതങ്ങനെ നിയമത്തെ നമുക്ക് അധിക്ഷേപിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നാട്ടുകാർ കൈകാര്യം ചെയ്യുന്ന പറഞ്ഞാൽ അടുത്തുള്ളവരൊന്നും അത് കൈകാര്യം ചെയ്യാൻ പറ്റിയ ആളല്ല താമസിക്കുന്നത്. ഒന്നത്. രണ്ടാമത് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ഇതൊന്നും ഉണ്ടായിട്ടില്ല. അവനെ മറ്റുള്ള ആളുകളായിട്ടൊന്നും ഇതില്ല. ഇവിടുന്ന് സ്ഥലം വിടും. അവന് എന്തെങ്കിലും കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ സ്ഥലം വിടും. ശരിക്കും നിയമങ്ങളെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ ഓരോ ക്രൈമുകളും ചെയ്തിരിക്കുന്നത്. അതായത് ഒളിഞ്ഞു നോട്ടം, മറ്റുള്ളവരുടെ വീടിൻ്റെ മുകളിൽ കയറി കിടന്നുറങ്ങുന്ന പരിപാടി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അതിനെക്കുറിച്ച് എനിക്ക് അനുഭവമില്ല. പക്ഷെ നമ്മളിവിടെ കേട്ടറിവ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വലിയൊരു ശിക്ഷ. എനിക്ക് അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് പോയി, വാടകയ്ക്ക് പോയി. അവിടെ നിന്ന് അതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇതൊക്കെ അറിയാൻ പറ്റിയാണ്. ചിലപ്പോൾ ഈ ശിക്ഷ എനിക്ക് കിട്ടിയാണ് അവൻ്റെ നിന്ന്. അത് പറയാൻ പറ്റില്ല.
ഞങ്ങൾ കിടന്നപ്പോൾ ആ മദർ കേസ് ഉണ്ടായി. അതുപോലെ തന്നെ പെണ്ണ് കേസാണെങ്കിലും ഈ പറഞ്ഞ ഞാനവിടെ കിടക്കായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിനായിരിക്കും ഇത് കിട്ടാൻ പോകുന്നത്. ഞാൻ ഒരു കൊല്ലം താമസിച്ചുള്ളൂ, 6 കൊല്ലമായ വീട് മേടിച്ചിട്ട്. തീർച്ചയായിട്ടും വലിയൊരു ശിക്ഷ ലഭിക്കും ലഭിക്കണം അല്ലേ? അവൻ പുറത്തു വരരുത് അവൻ്റെ ജീവിതകാലം മുഴുവൻ. കേരളത്തെ ഞെട്ടിച്ച അരുങ്കൊലക്കെതിരെ എന്താണ് ചേട്ടൻ പ്രതികരിക്കാനുള്ളത്, എന്താണ് പറയാനുള്ളത്? ഇനി ഒരിക്കലും ഇങ്ങനൊരു സംഭവം ഉണ്ടാകാൻ പാടില്ല. അതിൻ്റെ മെയിൻലി കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ആദ്യം ഈ മദ്യ നയ വിരുദ്ധമല്ല ഉദ്ദേശിച്ചു. മദ്യമെല്ലാം കഴിക്കും, ഒരു പക്ഷേ 2 മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ കെട്ട് മാറും. പക്ഷെ അതിനപ്പുറം ഈ കഞ്ചാവ് അങ്ങനെയുള്ള പല വസ്തുക്കളും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ. അത് ആദ്യം നിർത്തൽ ചെയ്യണം. അതിൻ്റെ ബേസിക്കലി എവിടെ തുടങ്ങണം എന്ന് വെച്ചാൽ ഇത് എവിടെ നിന്ന് ഇത് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നു അവിടെ നിന്ന് തുടങ്ങണം. അവിടെ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഇതിനൊരു പരിഹാരം കിട്ടുമായിരിക്കും. ഇതിവിടെ ഇല്ല. ഇവിടെ എല്ലാം കൊണ്ടുവരികയാണ്. പ്ലെയിനിലായാലും ട്രെയിനിലായാലും മറ്റു വാഹനങ്ങളെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ കൊണ്ടെത്തിക്കുകയാണ്. അതിന് തടയിടണം. ആ തടയിട്ടെങ്കിൽ മാത്രമേ നമുക്കിതൊരു മോചനം കിട്ടത്തുള്ളൂ. അതിനുള്ള സൊല്യൂഷൻ സംസ്ഥാന ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും അതിനൊരു തീരുമാനം എടുക്കണം. എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള അരുംകൊലകൾക്കൊക്കെ ഒരു അറുതി വരാൻ സാധിക്കുകയുള്ളൂ. എനിക്കൊരു അനുഭവം ഉണ്ടായി. ഒരു 4-5 വർഷത്തിന് മുൻപേ ഞാനിവിടെ താമസിക്കുമ്പോൾ ഇവൻ ഞങ്ങളുടെ വഴിയിൽ ഇടവഴിയാണ്. ആ ഇടവഴിയിൽ ഒരു 80 കിലോമീറ്റർ സ്പീഡിൽ അവിടെ നിന്ന് തുടക്കം 80 കിലോമീറ്റർ സ്പീഡിൽ കത്തിച്ച് വണ്ടിയുടെ ഈ റൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയപ്പം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് കൊച്ചു കുട്ടികളുണ്ട്. അങ്ങോട്ടേക്കും ബസ് ഓടിച്ച് കളിക്കുന്ന ഒരു പരിപാടിയാണ് കുട്ടികൾക്ക്. അങ്ങനെ ഓടിച്ച് വരുന്നപ്പം ഇവനടിച്ച് കറക്കി വരിക. ഞാൻ അപ്പോഴേ പറഞ്ഞു ഒന്ന് അടിച്ച് നിർത്തി നിർത്താൻ പറഞ്ഞു. ഒന്ന് നിർത്തി എന്നോട് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊന്നും വണ്ടി ഓടിക്കുന്നത് എത്രയോ കൊച്ചുകുട്ടി നിരപരാധിയായ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ധാരാപ്പര ഓടിയെടുക്കുവാണ്. അപ്പോൾ അവർക്കൊക്കെ എന്താ സംഭവിച്ചാൽ ആര് സമാധാനം പറയും? നിങ്ങൾ ഈ ചെറുപ്പമുള്ള ആ ഒരു ഇതിൽ നിങ്ങളിങ്ങനെ അലക്ഷ്യമായിട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ കുറേ ജീവനുകൾ എടുക്കും. അത് അവർക്ക് നഷ്ടപ്പെടും, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്ന് പറഞ്ഞതേ ഉള്ളൂ. അവൻ എൻ്റെ വണ്ടിയൊക്കെ സ്റ്റാൻഡിലിട്ടിട്ട് എന്നെ അങ്ങോട്ട് നഖശികാതെ എതിർത്ത് ഷർട്ടൊക്കെ വലിച്ചൂരി അവൻ്റെ കുറേ പൈസകൾ അവിടെ ആ വഴികളിൽ റോട്ടിൽ കിടക്കുക. അപ്പോൾ എൻ്റെ അയൽവക്കാരൻ ഒരാളുണ്ടായിരുന്നു. അതും കൂടി എൻ്റെ കൂടെ നിന്നുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ധൈര്യം കിട്ടി. കാരണം ഇവന് ഏകദേശം ഒരു 6 അടി ഹൈറ്റും വെയിറ്റും ഉണ്ട്. അന്ന് അത്ര വെയിറ്റ് ഇല്ലായിരുന്നു. ഇന്നാണ് അവൻ ഇത്ര ബലം ശക്തി കിട്ടിയത്. അന്ന് അത്ര ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും വളരെ വീരചൂര പരാക്രമിയായിരുന്നു. ആരെയും വകവെക്കാത്ത ഒരു പ്രകൃതമാണ് അവൻ്റെ. ശരിക്കും വളരെ ചെറുപ്പം മുതൽ തന്നെ ക്രിമിനൽ സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്. ഉണ്ടായിരുന്നു. പല ക്രിമിനൽ സ്വഭാവം ഉണ്ടായി പോലും നമ്മൾ പത്രത്തിൽ കൂടി വായിക്കാം. നമുക്ക് നേരിട്ടുള്ള അനുഭവമാണ് ഈ പറയുന്നത്. ഈ അമ്മയും അച്ഛനും ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ഇങ്ങനെ കാണിക്കും. ഇവനെ പിടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ഇതേ കണ്ടാകും എൻ്റെ മകൻ മെൻ്റലി ശരിക്കും മാതാപിതാക്കൾക്ക് വലിയൊരു കൈ തന്നെയുണ്ട് എന്ന് പറയാനായിട്ടുള്ള ഒരു കാര്യമാണോ? ശരിക്കും മാനസിക രോഗം എന്ന് വെറുതെ മാനസിക രോഗിയാണ് എന്ന് വരുത്തി തീർത്താണോ? സ്വന്തം മാതാപിതാക്കൾ സ്വന്തം മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതെങ്ങനെയാണ്? ഈ രീതിയിലാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഏതെങ്കിലും സൊല്യൂഷൻ കണ്ടുപിടിച്ച് അതിനെന്താണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ ഇത് കണ്ടെത്തിയാണ് ഇവരിങ്ങനെ എൻ്റെ ഒരു നിഗമനം. ആ ഒരു വലിയ സൊല്യൂഷനാണ് ഈ ഒരു കുടുംബത്തെ ഇല്ലാതാക്കിയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ വീട്ടിൽ പറയുകയും ചെയ്യും. ചിലപ്പോൾ ഒരു പക്ഷേ എന്നെ ആയിരിക്കും ഇദ്ദേഹം പറഞ്ഞ പോലെ ചിലപ്പോൾ എൻ്റെ ഇവൻ തട്ടാൻ പോകുന്നു. ഞാനിപ്പോഴും പറയാറുണ്ട്. ഇവന് അതിൽ പോകുമ്പോൾ പറയാറുണ്ട് ഇവൻ്റെ പോക്ക് കണ്ടോ. ഒരു മനസാക്ഷി കുത്തില്ലാത്ത ഒരു മനുഷ്യനായി മാറിയല്ലോ ഇവനൊക്കെ ഇത്ര ചെറുപ്പത്തിൽ. നമ്മൾ ഈ സംഭവം കഴിഞ്ഞ് വന്ന ആളുകളല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ മക്കളെ വളർത്തുന്നുണ്ട്. പക്ഷേ ഇത് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ ഇന്ന് വളർന്നു വരുന്ന കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് അച്ഛൻ ഉപദേശിക്കണം, ആൺകുട്ടികളെ അമ്മ ഉപദേശിക്കണം. കാരണം കൂടുതൽ ആൺകുട്ടികൾ സാധാരണ അമ്മമാരെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. പേടി, ആ ഭയമില്ലായ്മയാണ് ഇന്ന് ഈ നാട്ടിൽ ഇങ്ങനെ വിളയാടുന്നത്. മനസ്സിലായില്ലോ? ആ തുടക്കത്തിലെ ഉള്ളിക്കളയണം. അതില്ലാതെ പോകുന്നു. അപ്പോൾ ഓരോ അമ്മമാരും അച്ഛന്മാരും മക്കളെ വളർത്തുമ്പോൾ അവർ ശരിക്കും നല്ല ഗൈഡൻസ് കൊടുത്ത് തന്നെ വളർത്തണം. ഒരിക്കലും നല്ല രീതി അത് കെട്ടവൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞ് കെട്ടതായിട്ട് മാറും, നല്ലവൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞ് നല്ലതായിട്ട് കിട്ടും. അതാണ് ഞാൻ പഠിച്ച ഒരു അനുഭവം. അതുകൊണ്ട് നമ്മൾക്ക് ചീത്തയാണ് തോന്നുന്നത് അപ്പം കടിഞ്ഞാണിടണം. അതാരാണ്? മാതാപിതാക്കൾ തന്നെ. പലവട്ടം പറയുമ്പോൾ അവർക്കൊരു ഭയം ഉണ്ടാകും. ഈ ഭയമില്ലായ്മയാണ് ഇന്ന്. അതിൻ്റെ അപ്പുറം ഈ പറയുന്ന ലഹരികൾ. അപ്പോൾ ഇതിനും ഒരു കടിഞ്ഞാണിടാനായിട്ട് രാഷ്ട്രീയ വർഗമില്ല. ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. എന്നിരുന്നാലും ഇതിനൊരു
സൊല്യൂഷൻ കണ്ടെത്തി. ഇനി ഇങ്ങനെ ചേന്ദാമംഗലത്ത് ഇപ്പോൾ ഭാവഗായകൻ മരിച്ചു ഒരു ആ കെട്ടടങ്ങി വരുന്ന സമയത്താണ് അടുത്ത ഒരു സംഭവം. ആക്ച്വലി ഇത് ശരിക്കും ചേന്ദാമംഗലം ഒരു ഭയങ്കര ഫേമസ് ആയി മാറിയിരിക്കുകയാണ്. ശരിക്കും ഇത് അധിക്ഷേപമാണ്. കേരളം മലയാളികൾക്കല്ല, ലോകം മലയാളിക്ക് തന്നെ ഒരു അധിക്ഷേപത്തിന്റെ ഒരു കൊടുമുടി തന്നെയാണ് ആന്ന്. തീർച്ചയായിട്ടും ഇതേപോലുള്ള വിഷവിത്തുക്കളെ വളരാൻ അനുവദിക്കരുതും. അതിനൊരു കൂട്ടായ്മ വേണം. നമ്മൾ സംഘടിതമായിട്ട് സ്ത്രീകളായ ശരി പുരുഷന്മാരായ സംഘടിത ശക്തി കൂട്ടി ഇവർ നിലനിർത്തണമെങ്കിൽ ഇപ്പം എൻ്റെ വീട്ടിൽ അയൽവക്കത്തിൽ മറ്റുള്ളവൻ്റെ വീട്ടിലായാലും ഏത് സ്ഥലങ്ങളിലായാലും ശരി സ്വന്തം വീട്ടിൽ വന്നതുപോലെ മനസ്സിൽ ഇരുത്തിയതിന് ശേഷം പ്രതികരിക്കാനുള്ള ഒരു മനഃശക്തി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും പ്രതികരിക്കാനുള്ള ഒരു കഴിവ് പുറത്തേക്ക് എടുത്തില്ല. അതാണ് ഏറ്റവും വലിയ ഫോൾട്ട്. അതാണ് അവിടെ തുടങ്ങി. ആ ഒരു നമ്മൾ പ്രതികരിക്കണം. എന്തിന് ചെറുതിനായാലും വലുതിനായാലും നമ്മൾ പ്രതികരിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർക്കൊരു ഭയഭക്തി ഉണ്ടാവും, ഭയം ഉണ്ടാവും. ഇതില്ലാതെ പോകുന്നതിൻ്റെ മെയിൻലി പ്രശ്നം ഇത് തന്നെയാണ്. അതിനൊരു ഇന്ന് കടിഞ്ഞാനിട്ടില്ലെങ്കിൽ നാളെ ഇത് തന്നെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇത് 10 ദിവസങ്ങൾ കെട്ടുപോകും. ശരിക്കും കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പറയാൻ കാരണം ഇതുപോലുള്ള ഭ്രാന്തന്മാരുള്ളതുകൊണ്ടാണ്. തീർച്ചയായിട്ടും. അതായത് വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ടല്ലോ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന്. കാരണം ഏറ്റവും എല്ലാവരും ധാരണ കേരളീയർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധി ശക്തി, പക്ഷെ എല്ലാം ബാക്കിൽ നിന്ന് മാത്രമേ ഉള്ളൂ. അത് പുറത്തെടുക്കുന്നില്ല. തലമുറയ്ക്കാണ് ഇത്തിരി കഴിവുറവ് അല്ലേ? തീർച്ചയായിട്ടും സംശയം ഉണ്ടാക്കാൻ അനുഭവജ്ഞാനമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എല്ലാം അറിയാന്നുള്ള ഭാവമുണ്ട് എല്ലാവർക്കും, പക്ഷെ ഒന്നും അറിയത്തില്ല. നമ്മൾ മറ്റുള്ളവർ ഭയപ്പെടുവാണ്. എന്തിനു ഭയപ്പെടുന്നു? മരണജീവിതത്തിൽ ഒന്നേ ഉള്ളൂ, എന്നാലും മരിക്കും. പക്ഷെ ആരും മരണത്തെ ഭയപ്പെടുത്തി ജീവിച്ചിട്ട് കാര്യമില്ല. അതെന്താ? നമുക്കത് നമ്മുടെ കൂടപ്പുറപ്പാണത് മരണം എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ വരുമ്പോൾ നമ്മളതിനെ പ്രതികരിക്കണം. കൂട്ടായ്മയിൽ കൂടി നല്ല ഒത്തൊരുമിച്ച് വരുമ്പോൾ അതിന് കടിഞ്ഞാടിടാൻ നമുക്ക് സാധിക്കും. ശരിക്കും ഈ അരുൺ കൊലയ്ക്ക് വലിയൊരു ശിക്ഷ ലഭിക്കട്ടെ എന്നല്ല പറയാനുള്ളത്? തീർച്ചയായിട്ടും. ഈ ഒരു എന്താണ് ചേട്ടൻ്റെ മനസ്സിലുള്ള ശിക്ഷ? എന്താണ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടത്? ഇന്ന് കേരളത്തിൽ ഒരു വധശിക്ഷയൊന്നും സാധാരണ നടപ്പിലാക്കിയിട്ടില്ല. അങ്ങനെ വധശിക്ഷ നടപ്പാക്കുകയാണെങ്കിൽ ജനങ്ങൾക്കൊരു ഭയം ഉണ്ടാകും. ഒരു വധശിക്ഷ ഇല്ലാതായി പോയി. അതാണ് സത്യം. അങ്ങനെ ഒന്ന് നടത്തി നോക്കിയോ? തീർച്ചയായിട്ടും ഇതിന് ഭയം ഉണ്ടാകും. ഇവിടുത്തെ കുട്ടികൾക്ക് അത് ഭയം ഉണ്ടാകും. അതില്ലാതെ പോകുന്നു. കാരണം നമ്മളിവിടെ എന്ത് ചെയ്താലും ഈ ഒരു ആരെ കൊന്ന് ജയിലിൽ കൊണ്ടുപോയാലും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ആളുകളുണ്ട്. ഞാൻ പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ തലത്തിലേക്ക് മാറുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നില്ല. കാരണം അത് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നേ ഉള്ളൂ. ഈ ക്രിമിനൽ പ്രൊട്ടക്റ്റഡ് ആണോ? വലിയ വലിയ ആളുകളായിട്ട് പ്രൊട്ടക്റ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഒട്ടനവധി കേസുകളിൽ നിന്ന് ചാടിപ്പോന്നതായിട്ട് പറയുന്നുണ്ട്. ശരിയാണോ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഈ ക്രൂരകൃത്യങ്ങൾ ഇങ്ങനെ വരുന്നതിൻ്റെ മെയിൻ കാരണം എന്തുവാ? ഈ മറ്റുള്ളവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ. ശിക്ഷിക്കപ്പെടുന്നത് ശിക്ഷിക്ക തന്നെ പെടണം. അവനെ ഒരിക്കലും ആരെയും അവനെ സഹായിക്കാൻ പാടില്ല എന്നുള്ള എൻ്റെ മനസ്സുകൊണ്ട് പറയുന്നൊരു കാര്യം. കാരണം ആരും കുറ്റം ചെയ്തു അവൻ ശിക്ഷിക്കപ്പെടണം. അവനാരും ഹെൽപ്പ് ചെയ്യാൻ പാടില്ല. ഈ ഹെൽപ്പിംഗ് ആണ് ഏറ്റവും വിഷയമായിട്ട് മാറിയിരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ.